നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. 2020 ഏപ്രിൽ മാസം കൊറോണ വൈറസ് കേരളത്തിൽ ഭീതി വിതച്ചു തുടങ്ങിയ കാലത്തെ ഒരു രാത്രി. ലോക്ക്ഡൗണിൻ്റെ പൂട്ടിൽ ലോകം. മനോരമ ചാനലിൽ കോവിഡ് ബാധയെക്കുറിച്ച് കൗണ്ടർ പോയിൻ്റ് ചർച്ച. ഏതോ നാട്ടിൽ ഏതോ ഒരാൾ കോവിഡ് പോസിറ്റീവാണെന്ന് വിവരം ലഭിക്കുന്നു. RT-PCR ടെസ്റ്റിൻ്റെ ഫലം വന്ന് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അയാളെ കൊണ്ടുപോകാൻ ആംബുലൻസ് വരാത്തതിൽ മനോരമ ചാനലിലെ അവതാരകൻ അയ്യപ്പദാസ് രോഷം കൊള്ളുന്നു. 10 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ്. എന്തുകൊണ്ട് ആംബുലൻസ് വന്നില്ല? അവതാരകന് കോപമിരട്ടിക്കുന്നു. കേരളത്തിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ പ്രാകുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം എന്തിനു കൊള്ളാം എന്ന് വിലപിക്കുന്നു. എവിടെ ആരോഗ്യ പ്രവർത്തകർ? എവിടെ പുകഴ്പെറ്റ കേരള മോഡൽ? ഒരാൾ കോവിഡ് പോസിറ്റീവായി അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആംബുലൻസ് എത്തിയില്ലെന്നു ലജ്ജാകരം എന്നൊക്കെ പറഞ്ഞ അട്ടഹാസം. കണ്ഠക്ഷോഭമൊക്കെ തീർന്നപ്പോൾ കോവിഡ് ബാധിതൻ തന്നെ ലൈവിൽ വരുന്നു. അയ്യപ്പദാസും അയാളും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെ: ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടതിൽ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അങ്ങയുടെ പേര് പറഞ്ഞു ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. താങ്കൾ ഏത് ഭാഗത്തു നിന്നും കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് അയ്യപ്പദാസിൻ്റെ ഈ ചോദ്യത്തിന് ആ രോഗി ഇങ്ങനെ മറുപടി പറയുന്നു: എൻ്റെ വീട് മണർകാടാണ്. 15 മിനിറ്റ് മുമ്പെയാണ് ആരോഗ്യവകുപ്പിൽ നിന്നും വിളിച്ചത്. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല. അവർ വന്നോളും. ഇതിൽ പരാതിയുടെ പ്രശ്നമല്ല സുഹൃത്തെ. സമയത്ത് ആശുപത്രിയിൽ എത്തുക എന്നതാണല്ലോ പ്രധാനം. പ്രേക്ഷകർക്ക് മുമ്പിൽ അപമാനിതനായ അയ്യപ്പദാസ് ജാള്യം മറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനും അയാളുടെ മറുപടി ഇങ്ങനെ: ഇത് സ്ഥിരീകരിച്ചിട്ടും പറഞ്ഞിട്ടും 20 മിനിറ്റ് ആയിട്ടില്ല. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമെങ്കിലും വേണ്ടേ? അതിനു മുന്നേ നിങ്ങളിതൊക്കെ വാർത്തയാക്കേണ്ട കാര്യമെന്താണ്? അയാൾ അക്ഷോഭ്യനായി പറയുന്നു. അതായത് ആംബുലൻസ് എത്തേണ്ട അടിയന്തര സാഹചര്യമൊന്നുമില്ല. ആംബുലൻസ് അവരുടെ സമയത്തിന് വന്നോട്ടെ, ഞാനത്ര ഗുരുതരാവസ്ഥയിലൊന്നുമല്ലെന്ന് രോഗി പറയുന്നു. ഇതോടെ ചുട്ടുപഴുത്ത ഇരുമ്പിനുമേൽ ഒരു കുടം വെള്ളമൊഴിച്ച പ്രതീതി. എല്ലാം ശാന്തമാവുന്നു. അതുവരെ ഉണ്ടാക്കിയ ഹൈപ്പ് ഒരു നിമിഷാർത്ഥം കൊണ്ട് തകർന്ന് ഇല്ലാതാകുന്നു. കേരളത്തിൽ ഒരാൾക്ക് ചികിത്സ ലഭിക്കാൻ വൈകിയതിലെ സങ്കടം കൊണ്ടൊന്നുമല്ല. ആരോഗ്യവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് ആ അവതാരകൻ്റെ ലക്ഷ്യം. ആ കഥ ഇപ്പോൾ സ്മരിക്കുന്നതിന് ഒന്നല്ല, പലവിധ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച മരണങ്ങൾ സർക്കാർ കണക്കിൻ്റെ 8 ഇരട്ടിയാണെന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എന്നതുകൊണ്ട്. അതായത് 2020 കോവിഡ് ഒന്നാം തരംഗത്തിലെ മരണം 1.49 ലക്ഷമാണ്. എന്നാൽ 11.9 ലക്ഷം പേർ രാജ്യത്ത് കോവിഡ് ബാധ മൂലം മരിച്ചു എന്നാണ് സയൻസ് അഡ്വാൻസ്ഡ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കണക്ക് സർക്കാർ തള്ളിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, 2020 ഏപ്രിലിലെ ഈ അവസ്ഥയിൽ നിന്നും കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. 4 വർഷം മുമ്പ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ച അതേ പ്രതിപക്ഷം ഇന്നും മാധ്യമ പിന്തുണയോടെ അതേ പണി തുടരുന്നു. മലയാള മനോരമ ഓൺലൈനിൽ കൊടുത്ത ഒരു വാർത്തയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഇങ്ങനെ തുടർന്നാൽ കേരള മോഡൽ എന്ന് പേരെടുത്ത ആരോഗ്യ സംവിധാനത്തിൻ്റെ പെരുമ നഷ്ടപ്പെടാൻ അധികം കാലമെടുക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്താണ് കേരളത്തിലെ ആരോഗ്യമേഖലയിൽ സംഭവിക്കുന്നത്? തുടർച്ചയായി ഇത്രയധികം പകർച്ചവ്യാധികൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിപ ബാധ വീണ്ടും റിപ്പോർട്ട് ചെയ്തപ്പോൾ മലയാള മനോരമ വീണ്ടും കേരള മോഡലിനെ അധിക്ഷേപിക്കുകയാണ്. ഇനി കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ലൗഡ് സ്പീക്കറായി ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന 2 പേരുടെ പ്രതികരണമെന്ന് നോക്കൂ. ഇരുവരും മാധ്യമപ്രവർത്തകരാണെന്ന മട്ടിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകളിൽ അവതരിക്കുക. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന പ്രതിനിധിക്ക് ഒപ്പം തന്നെ പ്രാധാന്യം പ്രച്ഛന്ന കോൺഗ്രസ്സുകാരായ ഇവർക്ക് ചാനൽ അവതാരകർ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് റെജിമോൻ കുട്ടമ്പൻ. അയാൾ പറയുന്നത് കേൾക്കൂ: നിപ്പായെയൊക്കെ സീസറമ്മ ചവിട്ടി ഞെരിച്ച് കൊന്നതല്ലേ. രണ്ടാമത്തെയാൾ റോയ് മാത്യു. അയാളുടെ മൊഴിമുത്തൊന്ന് കേട്ടുനോക്കൂ. മൊത്തത്തിൽ എല്ലാറ്റിനെയും ചവിട്ടി നൂർത്ത് കണ്ണാടി പോലെ വൃത്തിയാക്കിയിട്ടാണ് സീസറമ്മ പോയത്. കോൺഗ്രസ് അനുകൂല മാധ്യമപ്രവർത്തകരുടെ നിലവാരത്തിൻ്റെ സൂചകമായി വേണം ഈ അധമമായ പ്രതികരണങ്ങളെ കാണാൻ. കോവിഡ്, നിപ്പ തുടങ്ങിയ മാരക വ്യാധികളെ ഫലപ്രദമായി പ്രതിരോധിച്ചതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശംസയ്ക്ക് പാത്രമായ അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയെ എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് ഇവർ അധിക്ഷേപിക്കുന്നതെന്ന് നോക്കൂ. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മനുഷ്യരുടെ ജഡം കൊണ്ട് പുണ്യഗംഗ ശവഗംഗയായി മാറിയ അനുഭവമുള്ളപ്പോഴാണ് കേരളം കോവിഡ് വ്യാപനത്തെ ഫലപ്രദമായി തടഞ്ഞത് എന്ന വസ്തുത എത്ര പെട്ടെന്നാണ് ഇവർ സമൂഹ മനസ്സിൽ നിന്ന് കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നത്. പ്രാണവായു കിട്ടാതെ എത്ര മനുഷ്യരെ യു-പിയിലും ബീഹാറിലും മഹാമാരിക്കാലത്ത് മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് നമ്മൾ മറന്നുകൂടാ.
കേരളത്തിൽ നിപ്പ പ്രതിരോധം പാളി എന്ന് വരുത്തി തീർക്കാനാണ് മനോരമയും പ്രതിപക്ഷവും രാവും പകലും പണിയെടുക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് വസ്തുത? കഴിഞ്ഞ വർഷം നിപ്പ റിപ്പോർട്ട് ചെയ്തെങ്കിലും വ്യാപനം നിയന്ത്രിക്കാനായി നമുക്ക്. നിപ്പ മരണനിരക്ക് അന്തർദേശീയ തലത്തിൽ 70% മുകളിലാണെങ്കിൽ കേരളത്തിലത് വെറും 33% മാത്രം. 2001 ബംഗ്ലാദേശിൽ ആദ്യ നിപ്പ വ്യാപനത്തിന് ശേഷം 50 വട്ടം അവിടെ നിപ്പ വ്യാപനം സ്ഥിരീകരിച്ചു. ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായി വിശദീകരിച്ചിട്ടും അതൊന്നും മനോരമയ്ക്ക് അംഗീകരിക്കാനാവുന്നില്ല. ഔട്ട്ബ്രേക്ക് സിംഗിൾ ഡിജിറ്റിൽ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന കാര്യം ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മന്ത്രി പറഞ്ഞ കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, മറിച്ച് അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് മാധ്യമങ്ങൾക്ക്. അതുമാത്രമല്ല, രോഗ ഉറവിടം തേടിയുള്ള ഗവേഷണം കേരളത്തിൽ അതിവേഗം മുന്നേറുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. അതിന് ICMRൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റും പിന്തുണ ആവശ്യമാണ് താനും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം നിരവധിയിടങ്ങളിൽ നിപ്പ അടക്കമുള്ള പകർച്ചവ്യാധികൾ മൂലം ഓരോ വർഷവും നിരവധി ആളുകൾ മരിക്കുന്നുണ്ട്. രോഗം കണ്ടെത്താനും അതിനെ ചികിത്സിക്കാനുമുള്ള സംവിധാനം കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് രോഗവ്യാപനം തടയാനാകുന്നത്. അതുകൊണ്ടാണ് 1-2 മരണത്തിൽ നിപ്പ ബാധ പരിമിതപ്പെടുന്നത്. ഇനി കർണാടകത്തിലെ അങ്കോളയിൽ ഒരാഴ്ചയായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സഹജീവിയുടെ ജീവന് വേണ്ടി ഓരോ മലയാളി മനസ്സിൻ്റെയും പിടച്ചിൽ കാണുമ്പോൾ ആ മനസ്സുകളോട് എങ്ങനെ ഐക്യദാർഢ്യപ്പെടാതിരിക്കാനാവും? നാം ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ഒരു സഹോദരന് ബന്ധപ്പെട്ട ഒരു ദുരന്തമായല്ലേ നമ്മളതിനെ സമീപിക്കുന്നത്. അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം നിൽക്കുന്നതിനൊപ്പം തന്നെ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത കർണാടകത്തിലെ ഭരണ സംവിധാനത്തോടുള്ള ശക്തമായ പ്രതിഷേധവും മലയാളി സമൂഹത്തിലുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും കൂരാച്ചുണ്ടിൽ നിന്നും പോയ സന്നദ്ധ പ്രവർത്തകർ, അവർ പെട്ടിമുടിയിലും കവളപ്പാറയിലും സന്നദ്ധ സേവനം നടത്തിയ ഈ മനുഷ്യരോട് മലയാളികൾ എങ്ങനെയാണ് നന്ദി പറയുക? ലോറി ഉടമയായ മനാഫിനെയും സ്വന്തം നിലയ്ക്ക് സന്നദ്ധ പ്രവർത്തനത്തിന് ചെന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ചെറുപ്പക്കാരനെയും കയ്യേറ്റം ചെയ്ത കർണാടക പോലീസിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ അന്ധമായി ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ഈ ലോറി ഡ്രൈവർ ഏതോ VIP ആണോ എന്ന ചോദ്യമാണ് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ വരെ ചോദിക്കുന്നത്. ഇയാൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ എന്തിനാണ് ഇടപെടുന്നത് എന്നാണ് കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും പുച്ഛം കലർന്ന അമ്പരപ്പോടെ ചോദിക്കുന്നത്. ഏതു മനുഷ്യൻ്റെയും ഏത് തൊഴിലാളിയുടെയും ജീവന് വില കൽപ്പിക്കുന്നവരാണ് നമ്മൾ. അത് ദീർഘമായ രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളിലൂടെ ആർജിച്ച മനുഷ്യത്വമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഹജീവിയും VIP ആണ്. 10,000-കണക്കിന് അതിഥി തൊഴിലാളികളെ കോവിഡ് കാലത്ത് ഭക്ഷണവും വെള്ളവും വണ്ടിക്കൂലിയും കൊടുത്ത് നാട്ടിലെത്തിച്ച നാടിൻ്റെ പേര് കേരളം എന്നാണ്. കഴിഞ്ഞ ദിവസം പട്ടിക്കൂട്ടിൽ 500 രൂപ വാടകയ്ക്ക് ഒരു അതിഥി തൊഴിലാളി താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിലിടപെട്ട ഒരു സർക്കാർ സംവിധാനം കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു നാട്ടിലെ ഒരു ലോറി ഡ്രൈവർക്ക് ഒരു അപകടപ്പെടഞ്ഞാൽ ആ തൊഴിലാളിയുടെ ജീവന് വേണ്ടി നമ്മൾ നിലകൊള്ളും. ഇക്കാര്യം ഒരാഴ്ചയായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സാധിക്കാതിരുന്ന കർണാടക സർക്കാരിന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുകയേയില്ല. അവർ VIP-കളാണെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ അവരുടെ മനസ്സ് പാകപ്പെടൂ. കോൺഗ്രസ് നയിക്കുന്ന കർണാടക സർക്കാർ പിന്തുടരുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ അനാസ്ഥയെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? സൈന്യത്തെ വിന്യസിക്കാൻ 6 ദിവസമെടുത്ത കർണാടകത്തിലെ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഉദാസീനതയെക്കുറിച്ച് വാർത്ത നൽകാൻ ധൈര്യമില്ലാത്ത മാധ്യമപ്രവർത്തകർ ആരെയാണ് ഭയക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന എന്തോ വീഴ്ച എന്ന് പറഞ്ഞ് എങ്ങും തൊടാതെ വാർത്ത നൽകിയ ഇതേ മാധ്യമപ്രവർത്തകർ തന്നെയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയുടെ അറ്റൻഡറുടെ പിഴവിന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മേൽ കുതിര കയറിയിട്ടുണ്ടാവുക. അത്തരം വാർത്തകളാണ് ആരോഗ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തന്നെ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ജൽപ്പനങ്ങൾക്ക് ഊർജം നൽകുന്നത്. വിൻഡോസ് പ്രതിസന്ധി ലോകമാകെ സേവനങ്ങൾക്ക് തടയിട്ടു എന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. അറിവിൻ്റെ രംഗത്തെ കുത്തകവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ഗൗരവപൂർവ്വം ഈ വാർത്ത കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോ എന്ന് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്ന് സ്വയം വിമർശനം നടത്തുന്നത് നന്നായിരിക്കും. ഒപ്പം ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് എന്ന ഒരു പ്രസ്ഥാനം ലോകത്തെങ്ങുമുണ്ടെന്നും അതാണ് അറിവിൻ്റെ കുത്തകവൽക്കരണത്തെ ചെറുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നും വായനക്കാർക്ക് അറിയാൻ അവകാശമില്ലേ? ഉണ്ട്. പക്ഷേ അവരത് ചെയ്യില്ല. ഉബുണ്ടു എന്ന ഫ്രീ സോഫ്റ്റ്വെയർ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൻ്റെ മുൻകൈയിൽ കേരളത്തിലെ എല്ലാ സർക്കാർ സംവിധാനത്തിലും വ്യാപകമായിരിക്കുന്നില്ലെങ്കിൽ
കേരളത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ എന്ന് ഈ മാധ്യമപ്രവർത്തകർ നമ്മോട് പറയില്ല. ചൈനയിൽ ഏതെങ്കിലും കളിപ്പാട്ട വിപണിക്ക് തിരിച്ചടിയുണ്ടായാൽ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ സ്വന്തമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ വികസിപ്പിച്ച ചൈനയിൽ ഈ പ്രതിസന്ധി ഉണ്ടായില്ല എന്നും നമ്മോട് പറയില്ല. പറയാത്ത സത്യങ്ങളുടെ അല്ലെങ്കിൽ മരിച്ചുപോയ സത്യങ്ങളുടെ ശവക്കല്ലറുകൾക്ക് കാവൽ നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.